പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കേരളത്തിലെ കോൺഗ്രസിനും മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ കൂപ്പൺ പിരിവുമായി മുന്നോട്ടു പോകാനാണ് KPCCയുടെ തീരുമാനം. പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതോടെയാണ് കൂപ്പൺ പിരിവ് നടത്തി തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താൻ കോൺഗ്രസ് നിർബന്ധിതരായത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകുന്നുവെന്ന് ദേശീയ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും PCCകളും സ്ഥാനാർത്ഥികളും സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തണമെന്നും AICC നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് KPCCയുടെ നീക്കം. ഇതിനായി കൂപ്പൺ അടിച്ച് ഉടൻ തന്നെ വിതരണം ചെയ്യും. സാധാരണഗതിയിൽ 3 ഘട്ടമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്നു. പ്രചരണ സാമഗ്രി തയ്യാറാക്കൽ, സ്ഥാനാർത്ഥികളുടെ പര്യടനം, നേതാക്കളുടെ പര്യടനം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു പണം നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആദ്യഘട്ട പണം പോലും ലഭിച്ചിട്ടില്ല. ദേശീയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു സമ്മതിച്ചതോടെയാണ് KPCC സ്വന്തം വഴി തേടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീടുകയറുന്നതിനൊപ്പം പണപ്പിരിവ് കൂടി നടത്താം എന്നതാണ് നിലവിലെ തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തുകയാണെന്ന് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താൻ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ട് മരവിപ്പിക്കുകയും തങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ഫലമായി തട്ടിയെടുക്കുകയും ചെയ്യുകയാണ് എന്ന് സോണിയാഗാന്ധി ആരോപിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ സാമ്പത്തിക ഐഡന്റിറ്റി 1 മാസം മുൻപ് ഇല്ലാതാക്കിയെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. കോൺഗ്രസിനെതിരായ നടപടി ക്രിമിനൽ നീക്കമാണ് എന്നും ഇത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചെയ്ത ക്രിമിനൽ നടപടിയാണ് എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി തടയണമെന്ന പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ട്രിബ്യൂണൽ നിരസിച്ചിരുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടി പൂർണ്ണമായും സാമ്പത്തികമായി തകർന്നിരിക്കുകയും പരസ്യത്തിനും പ്രചരണത്തിനും ചെലവഴിക്കാനും സ്ഥാനാർത്ഥികൾക്ക് പണം നൽകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ചോദിച്ചു. കോൺഗ്രസ് പാർട്ടി നികുതി അടയ്ക്കാത്ത വരുമാനം 520 കോടിയിലധികം രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ആദായ നികുതി വകുപ്പിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ സൊഹൈബ് ഹുസൈൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ വ്യവസ്ഥകൾക്കെതിരെയായാണ് നികുതി പുനർനിർണയം നടക്കുന്നതെന്ന് കോൺഗ്രസ് കോടതിയിൽ ആരോപിച്ചു. എന്നാൽ നിയമം പാലിച്ചുകൊണ്ടുള്ള പുനർനിർണയമാണ് നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് പറയുകയുണ്ടായി. 7 സാമ്പത്തിക വർഷങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയുടെ നികുതി വരുമാനമാണ് ആദായ നികുതി വകുപ്പ് പുനർനിർണയിക്കുന്നത്.